ഇന്ന് നമുക്ക് നേരിട്ട് സൗത്തിൽ നിന്ന് നോർത്തിൽ പോയി ഒരു കോളിഫ്ലവർ ടൊമാറ്റോ പെപ്പർ മാസ് വെച്ചാലോ? പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 2.5 മുറി സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നല്ലപോലെ കൊത്തി എരിഞ്ഞതായിരിക്കണം കേട്ടോ. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായി വഴറ്റാം. ഇനി ലേശം മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. നന്നായി വഴണ്ടി കഴിയുമ്പോൾ ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതേ പാനിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നീളത്തിൽ നൈസായി അരിഞ്ഞ 2 സവാളയും കൂടെ ചേർത്ത് പൊരിച്ചെടുക്കാം. ഇനി അതും മാറ്റി വെച്ച് അതേ പാനിൽ കുറച്ച് പെരിഞ്ചീരകവും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ലേശം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് വലിയൊരു പാനിലേക്ക് കുറച്ച് എണ്ണയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിന്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ലേശം പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അത് കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായി അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച കോളിഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ തൂകി അടച്ചു വെച്ചൊന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി.